ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നീതു നാഗേന്ദ്രൻ ബ്ലോഗ്സിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇത് എനിക്ക് നീനുവിന് വാങ്ങിച്ച ഓണക്കോടികളാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. മെറൂൺ കളർ ഡ്രസ്സ് നീനുവിൻ്റെയാണ് കേട്ടോ. പക്ഷേ നീനുവിന് എൻ്റെ കളർ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നേവി ബ്ലൂ ആണ് അവൾക്ക് ഇഷ്ടപ്പെട്ടത്. അവൾക്കിത് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ അടുത്ത് വേണമെങ്കിൽ എടുക്കാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് നേവി ബ്ലൂ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞു. പിന്നെ ആ വൈറ്റ് എനിക്കൊരാൾ ഗിഫ്റ്റ് വാങ്ങിച്ചതാണ്. അത് സരിതേച്ച് വാങ്ങിച്ചതാണ്. അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം ഗൈസ്. പിന്നെ വീഡിയോ എടുക്കുന്നത് ഞാൻ ഫ്രഷ് ആയതിനു ശേഷമാണ്. ഞാനാണ് രാവിലെ പോയി കട തുറക്കുന്നത്. അപ്പോൾ നീനുവാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവർക്ക് കിച്ചൺ വർക്കാണ്, എനിക്ക് പുറം ജോലികളൊക്കെയാണ്. അപ്പോൾ ഇതെൻ്റെ അച്ഛൻ്റെ ഫോട്ടോയാണ്. പിന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അമ്മ എനിക്ക് ഓണത്തിന് തന്ന പന്താണ്. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ഉണ്ടായിരുന്നു നമ്മുടെ 4 പേരുടെ. അങ്ങനെ ഞാൻ അതെടുത്ത് ഒട്ടിച്ചു. അച്ഛൻ, അമ്മ, നീനു, ഞാൻ. പിന്നെ എനിക്കൊരു ചെറിയ ഡ്രീമുണ്ട്. എൻ്റെ ഒരു വീട്, അച്ഛൻ, അമ്മ, നീനു, ഞാൻ, പിന്നെ ഡാഷ്. ഗൈസ് ഇഡ്ഡലിക്ക് മാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തട്ടും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇഡ്ഡലി ഉണ്ടാക്കാണ്ട് തത്രപ്പാടിലാണ് നീനു. അപ്പോൾ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്, സാമ്പാർ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ സാമ്പാറൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറിയ കളർ കുറവുണ്ട്. ഞങ്ങൾക്ക് നല്ല എരി വേണം. അപ്പോൾ കുറച്ച് മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഇങ്ങനെ റൂമിനകത്തിരുന്ന് കഴിക്കുന്നതാണ് ഞങ്ങൾക്ക് 3 പേർക്ക് ഇഷ്ടം. അപ്പോൾ ഇഡ്ഡലി സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി സാമ്പാർ, പിന്നെ തേയില വെള്ളം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാറ്. ട്രിവാൻഡ്രത്ത് അങ്ങനെയാണ് പറയുന്നത്. കട്ടൻ തേയില അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അമ്മ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇഡ്ഡലി സാമ്പാറും. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നീനും ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ ആരുമില്ല. അപ്പോൾ നമ്മൾ നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഇഡ്ഡലി സാമ്പാർ ഞങ്ങൾ അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല. കൂടുതലും നീನು ദോശയാണ് ഉണ്ടാക്കാറ്. ഇഡ്ഡലി സാമ്പാറും നല്ല പൊരിക്കണം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ഇതായിട്ട് നമുക്ക് എന്നും കഴിക്കുമ്പോൾ ഒരു മടുപ്പല്ലേ. അപ്പോൾ വല്ല ആണ്ടിലൊരിക്കൽ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റൊക്കെ ആയിട്ട് തോന്നുമല്ലോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഗൈസ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാനും അമ്മയും കൂടെ അമ്മയുടെ പച്ചക്കറി തോട്ടത്തിൽ പോയി നോക്കുകയാണ്. എല്ലാവരും നല്ല ഫ്രഷ് ആയി നിൽപ്പുണ്ട്. മഴയാണ്, അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട. പച്ചക്കറി തോട്ടം കാണിച്ച സ്ഥിതിക്ക് പൂന്തോട്ടം കൂടെ കാണിക്കണ്ടേ. അതായത് അമ്മയുടെ ചെറിയ രീതിയിലുള്ള വീട്ടുമുറ്റത്തൊരു പൂന്തോട്ടമാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയാണ് കേട്ടോ ഇതെല്ലാം തന്നത്. ഞങ്ങളുടെ വീട്ടിലൊന്നും ഇല്ലായിരുന്നു, ചെടികളൊന്നും ഇല്ലായിരുന്നു, പ്ലെയിൻ ആയിട്ടാണ് കിടന്നത്. ഇപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ കട തുറന്നതിന് ശേഷം ഞാൻ പോയി റേഷൻ വാങ്ങിക്കാനായിട്ട് പോയി. അമ്മ പറഞ്ഞു റേഷൻ വാങ്ങിച്ചിട്ട് വരാൻ. അങ്ങനെ ഞാൻ പോയി റേഷൻ മേടിക്കാൻ പോയപ്പോൾ ഭയങ്കര സീനായിപ്പോയി ഗൈസ്. നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരുന്നു. അങ്ങനെ കുറേ നേരമൊക്കെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ നെറ്റ്വർക്ക് പ്രോബ്ലം കാരണം പറ്റിയില്ല. അപ്പം ഞാൻ കുറച്ച് വീഡിയോ എടുത്തു ഗൈസ്. അങ്ങനെ ഞാൻ കടയിലൊക്കെ പോയിട്ട് വന്ന് ഫ്രഷ് ആയതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോണ്. ചോറ്, കിച്ചടി, പച്ചടി വെച്ചായിരുന്നു, കുറച്ച് തൈര് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാവയ്ക്ക വിഴുക്ക് പുരട്ടി, പിന്നെ അവിയൽ, മാങ്ങ അച്ചാർ, പിന്നെ മീൻ പൊരിച്ചത് കേട്ടോ. മീൻ പൊരിച്ചത്, പിന്നെ കഞ്ഞിവെള്ളം, ഇത്രയേ ഉള്ളേ ഗൈസ്. അപ്പോൾ ഇതാണ് ഫുഡ്, ഉച്ചത്തെ ഫുഡാണ്. ഇപ്പം ഞാൻ നീനും ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ്. ചില സമയങ്ങളിൽ മാത്രം ഒരുമിച്ച് കഴിക്കാറ്. ഞാൻ കൂടുതൽ അമ്മയായിട്ട് എണ്ണം കഴിക്കാറ്. ഇപ്പോൾ കടയിലൊക്കെ പോയിട്ട് വന്നുകൊണ്ട് ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ ഞാൻ കഴിച്ചു. ഞാനും നീനും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് ഗൈസ്. അങ്ങനെ നല്ല മഴയൊക്കെ ആയിരുന്നു. അങ്ങനെ കിടന്നു ഉച്ചയ്ക്ക് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി. ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 2:30-3 മണിയൊക്കെ ആയിട്ടോ. എന്നിട്ട് ഉറങ്ങിയതിന് ശേഷം കുറച്ച് തുണികളൊക്കെ മടക്കി വയ്ക്കാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ദാണ്ട് കൊണ്ടിട്ടേക്കാണ്. കഴിയിട്ടിരുന്നു, അപ്പോൾ അത് മടക്കി വെക്കണം ഗൈസ്. അപ്പോൾ എനിക്ക് കുറച്ച് തുണികളൊക്കെ കഴുകി വെച്ച് മടക്കി വയ്ക്കാൻ ഉണ്ടായിരുന്നു. അതെല്ലാം മടക്കി വെച്ചു. എന്നിട്ട് ഒരു 6:15 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പോയി കുളിച്ചായിരുന്നു. കുളിച്ചിട്ട് ഇടയ്ക്ക് അമ്പലത്തിൽ പോയ, ദേവീക്ഷേത്രത്തിൽ പോയ പ്രസാദം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇട്ടിട്ട് വെളിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കാൻ പോയതാണ്. നല്ല രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴ പെയ്ത സത്യം പറഞ്ഞാൽ മുറ്റത്തുനിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. ചെളിയും വെള്ളമായിട്ടൊക്കെ കിടക്കും. അത് ഭയങ്കര ഒരു ശോകമാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ വന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കണം. ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ.
ഗൈസ് അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു കുറച്ച് നേരം പ്രാർത്ഥിച്ച് ഇരുന്നതിന് ശേഷം എനിക്ക് കുറച്ച് ജ്വല്ലറി ഐറ്റംസ് സാധനങ്ങളൊക്കെ, അതായത് നമ്മൾ ചില സമയത്ത് വീഡിയോസൊക്കെ എടുത്തിട്ട് ഈ കമ്മലമാല അതെല്ലാം അവിടെ ഇവിടെ പറക്കിയൊക്കെ ഇട്ടേക്കും. അപ്പോൾ അതെല്ലാം ബോക്സിലാക്കി സെറ്റ് ചെയ്ത് അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് നല്ല തണുപ്പൊക്കെ ആയി. അപ്പം ഞാൻ പോയി കട്ടിൽ കയറി കിടന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. ഇപ്പോഴാണ് എണീറ്റത്. ആ ഉറങ്ങിക്കിടന്നതിൻ്റെ ക്ഷീണമാണ് കേട്ടോ മുഖത്ത് കാണുന്നത്. ഏകദേശം 8:30 മണി വരെയൊക്കെ കിടന്ന് ഉറങ്ങി. പിന്നെ എണീറ്റിട്ട് ഞാൻ വെള്ളം ചൂടാക്കി കുടിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ സന്ധ്യയ്ക്ക് കട്ടൻ തേയിലയൊക്കെ ഇട്ട് എന്തെങ്കിലും ചിപ്സോ പക്കവട അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നതാണ്. അപ്പോൾ അമ്മ ഇന്ന് നേരത്തെ പോയതുകൊണ്ട് പിന്നെ എനിക്ക് മാത്രമായിട്ട് തേയിലവെള്ളം ഇട്ട് കുടിച്ചില്ല. അല്ല, ഞാൻ പിന്നെ അങ്ങ് ഉറങ്ങിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഉറക്കപ്പിച്ചിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അവർ എൻ്റെ ഫുഡ് കഴിക്കുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.